പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഒരു നുണയനാണോ? പേരോടിന്റെ ഉസ്താദായിട്ടുള്ള AP അബൂബക്കർ മുസ്ലിയാർ ഒരു വിവരം കെട്ടവനാണോ? ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ഇതിവൃത്തം. ഞാൻ ഈ അടുത്ത് ഒരു യുക്തിവാദി ഉണ്ടാക്കിയൊരു ഫിത്തന ക്ലിപ്പ് കേട്ടു. ആ യുക്തിവാദി മാപ്പിളന്റെ മുസ്ലിമിന്റെ പേരുള്ളവനാ. അവൻ പറയാണ്, പള്ളിയിൽ നിന്നൊക്കെ ഈ ബഹുദൈവ വിശ്വാസികളെ നശിപ്പിക്കണമെന്നാണ് ദ്വാരക്കുന്നത്. അങ്ങനെ നശിപ്പിക്കണമെന്ന് ദ്വാരക്കല്ലോ നമ്മള്. അവനെ പോലത്തേതോ വിവരം കെട്ട ഒരു ദ്വാരം തന്നെ നമ്മളാ ഉത്തരവാദി. അങ്ങനെ നമ്മൾ ദ്വാരക്കലില്ല. നമ്മൾ ദ്വാരക്കല് എല്ലാവർക്കും ഹിദായത്ത് സന്മാർഗം കൊടുക്കണേ, എല്ലാരെയും നന്നാക്കണേ എന്നാണ് ദ്വാര ചെയ്യാറ്. ഏതെങ്കിലും വിവരമില്ലാത്ത ആരെങ്കിലും അങ്ങനെ ദ്വാരത്തിട്ടുണ്ടെങ്കിൽ അതിനൊട്ട് പണ്ഡിതന്മാർ ഉത്തരവാദിയും അല്ല. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ എന്ന് ചില കൂടുതൽ അറിവില്ലാത്ത ആളുകൾ പ്രാർത്ഥിച്ചു പോകാറുണ്ട്. ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത മറ്റു ദൈവങ്ങളെ ആരാധിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിൽ പങ്കുകാരായിട്ട് മറ്റു ദൈവങ്ങളെ അല്ലെങ്കിൽ കുട്ടി ദൈവങ്ങളെ അല്ലെങ്കിൽ ഏതെങ്കിലും ദേവതാ സങ്കല്പങ്ങളെ കൂടെ ചേർക്കുക. അതുകൊണ്ട് അത്തരം പ്രാർത്ഥനകളൊന്നും നമ്മൾ നടത്തണ്ട. നമുക്ക് ഖുർആനിൽ പറഞ്ഞ ധാരാളം ദുആണ്ട്, ഹദീസിൽ വന്ന ധാരാളം ദുആകളുണ്ട്, നമ്മളെ ഇമാമിങ്ങൾ പഠിപ്പിച്ച ദുആകളുണ്ട്. അത്തരം ദുആകളാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്, അല്ലാത്ത ദുആകൾ അല്ല നടത്തേണ്ടത് എന്ന് കൂടുതൽ അറിവില്ലാത്ത ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെ കൂടി അറിവിന് വേണ്ടി ഞാൻ പറയുകയാണ്. നമ്മൾ തെറ്റിദ്ധാരണക്ക് വകയുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ പാടില്ല, പ്രവർത്തിക്കാൻ പാടില്ല. വളരെ ആഴത്തിൽ ചിന്തിച്ചുകൊണ്ട് വേണം നമ്മൾ ഏത് കാര്യങ്ങളും ചെയ്യാൻ. അത് വാസ്തവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് സുന്നികൾ ശിർക്ക് ചെയ്യുന്നവരാണെന്ന് വാദിച്ച പുത്തൻവാദികൾ ഉണ്ടാക്കിയ ഈ സുന്നികളെ നശിപ്പിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ, കാരണം അവരുടെ ഭാഷയിൽ നമ്മൾ മുശിരിക്കാൻ, നമ്മളെ നശിപ്പിക്കണമെന്ന നിലക്ക് അവരുണ്ടാക്കിയൊരു പ്രാർത്ഥനയാണോ എന്നെനിക്ക് സംശയമുണ്ട്. ആദ്യം തന്നെ നമ്മളെ കാന്തപുരാണോ വലിയ എന്താളോ ആണെന്നാണ് പേരോട് പറയണേ, നമുക്കറിയില്ല. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ഈ അലിബാഫയ്ക്ക് സിറാജുലത ഇരുന്ന് ദ്വാരക്കുമ്പോഴേ അതിന്റെ തൊട്ടുപുറത്ത് തൊട്ടുന്ന പേരോടന്തുറ. ഇനി വാദത്തിന് വേണ്ടി നമ്മൾ സമ്മതിച്ചരാ, പേരോടതുറമ ഇത് ദ്വാരുന്നില്ല. ഈ പിന്നെ അലിബാഫയ്ക്ക് ഈ ദ്വാരം ആമയും പറഞ്ഞോ ഇല്ല എന്നുള്ളതെന്ന് പറഞ്ഞു തരുമോ? ഏതെങ്കിലും വിവരമില്ലാത്ത ആരെങ്കിലും അങ്ങനെ ദ്വാരത്തിട്ടുണ്ടെങ്കിൽ അതിനൊട്ട് പണ്ഡിതന്മാർ ഉത്തരവാദിയും അല്ല. കേട്ടല്ലോ, പേരോട് പറഞ്ഞ ഞങ്ങൾ അങ്ങനെയൊന്നും പ്രാർത്ഥിക്കാറില്ല, ഞങ്ങൾ എല്ലാവർക്കും ഹിദായത്ത് കിട്ടണേന്ന് മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ, പിന്നെ ഏതെങ്കിലും വിവരം കെട്ടവന്മാരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടാവും, അതിന് പണ്ഡിതന്മാർ ഉത്തരവാദിയല്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കേട്ട ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച 2 പേര് AP ഉസ്താദ് മീൻസ് പേരോടിനെ സംബന്ധിച്ച് വിവരം കെട്ടവരാണോ അല്ലേ? ഇതാ പിന്നെ ഖലീൽ ബുഖാരിന്റെ اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ഇടക്കൊന്ന് ചെക്കല്ലോ. ഇതാ മർക്കസ് പള്ളിയിൽ നടക്കണ കുത്തുബ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ഇതാ മർക്കസ് പള്ളിയിൽ തന്നെ നടക്കണ വേറെ കുത്തുബ. اللهم اعز الاسلام والمسلمين اللهم اعز الايمان والمؤمنين اللهم اذل الشرك والمشركين اللهم اذل الكفر والكافرين اللهم اذل البدعة والمبتدعين اللهم دمر اعداءنا اللهم دمر اعداءنا. നമ്മളെ ശത്രുക്കളെ ചെയ്ത് ശരിയാക്കണേ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. മൂപ്പർ 3 പ്രാവശ്യം അങ്ങോട്ട് ഓതിയിട്ട് ഉറപ്പിക്കുകയാണ് ഹുസൈൻ സലഫി. മൂപ്പരെന്താ തന്നെ اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ഏതെങ്കിലും വിവരമില്ലാത്ത ആരെങ്കിലും അങ്ങനെ ദ്വാരത്തിട്ടുണ്ടെങ്കിൽ അതിനൊട്ട് പണ്ഡിതന്മാർ ഉത്തരവാദിയും അല്ല. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. അങ്ങനെ നമ്മൾ ദ്വാരക്കലില്ല.
നമ്മൾ ദ്വാരക്കല് എല്ലാവർക്കും ഹിദായത്ത് സന്മാർഗം കൊടുക്കണേ, എല്ലാരെയും നന്നാക്കണേ എന്നാണ്. എന്നാൽ എന്റെ വകയും കൂടി ഒരു വെല്ലുവിളി ഉണ്ട്. ഇത് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരെ കുത്തുബന്റെ ഏടാണ്. അപ്പൊ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിനോട് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളോടും കൂടിയാണ് വെല്ലുവിളി. ഈ ഒരു കുത്തുബന്റെ ഏടില് ലോകത്തുള്ള എല്ലാവർക്കും നന്മ വരണം എന്ന് പറയുന്ന ഒരൊറ്റ ദുആങ്ങളൊന്ന് കാണിച്ചു തരുമോ? ലോകത്തുള്ള എല്ലാവർക്കും നന്മ വരണം എന്ന് പറയുന്നത്. ഇനി ഒരു ദുആ അല്ലെങ്കിൽ ഒരു ദുആന്റെ മുറി ആയാലും മതി. എന്നാൽ അത് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് വെല്ലൂരിൽ നിന്നുള്ള സനതുള്ള മുടിവള 2 കുപ്പി ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരും. എന്നിട്ട് ഇയാൾ ഇങ്ങനെ എരപ്പാണ് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടില്ല. കണ്ടോ? നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ, ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, ഇതര മതസ്ഥർക്കിടയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഇത്തരം വൃത്തികെട്ട പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നത് ശരിയല്ല എന്ന തിരിച്ചറിവ്, വിവരക്കേട് കൊണ്ട് ആരെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ നിർത്തണം, നമുക്ക് കുറച്ചുകൂടി നല്ല പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചാൽ മതി എന്ന തിരിച്ചറിവ് വളരെ നല്ലത്.